ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈസി ആയിട്ട് എങ്ങനെ ചിക്കൻ കറി തയ്യാറാക്കുമെന്ന് കാണിച്ചു തരാം. ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ചിക്കൻ കറി തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ചിക്കനെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാലപ്പൊടി, മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, വിനീഗർ, ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത്. വിനീഗർ ഒരു രേഷയുണ്ട്. വിനീഗർ പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. വിനീഗർ ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്കെല്ലാം നല്ലോണം ഒന്ന് പെരക്കിയെടുക്കാം. എല്ലാം നല്ലോണം പിടിക്കട്ടെ. ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അതിനുശേഷം ഉള്ളി എടുക്കാം. ഉള്ളി ഒരു 4 എണ്ണം എടുത്താൽ മതി. ഉള്ളി നല്ലോണം കുരുകുനാന്നർത്തി അരിഞ്ഞെടുക്കാം. പിന്നെ ഉരുളക്കിഴങ്ങ് 2, ഇഞ്ചി കുറച്ച്, പിന്നെ പച്ചമുളക് ഒരു 3 എണ്ണം, വെളുത്തുള്ളി ആവശ്യത്തിന്, പിന്നെ മല്ലിയില. തക്കാളി ഒരു 3 എണ്ണം എടുത്താൽ മതിയേ. അതിൻ്റെ കുക്കറിലെല്ലാം നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. കുക്കറിൽ വിസിലടിക്കണം. ഇത് തേച്ചു എല്ലാം നല്ലോണം വെന്ത് വരണം. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ചേ വേണ്ടു, ഉള്ളിൻ്റെ വെള്ളം ഉണ്ടാവില്ല, അപ്പോൾ ഒരു ആവശ്യത്തിന് വേണ്ടു. പിന്നെ ഇത് 4 വിസിലാണ് അടിക്കേണ്ടത്. ഈ 4 വിസിൽ മതി. അപ്പോഴത്തേക്കെല്ലാം നല്ലോണം ഒന്ന് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ടാവും. പിന്നെ ആ വെന്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ നമ്മളെ ചിക്കൻ അവിടെ എടുത്ത് വെക്കുന്നുണ്ട്. ചിക്കനിലേക്ക് ഈ വെന്ത ഉള്ളിയും തക്കാളിയും ഉരുളക്കിഴങ്ങെല്ലാം വെന്തത് നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടിച്ചൊന്ന് മിക്സാക്കി എടുക്കാം. മിക്സാക്കി എടുത്തിട്ട് അതൊന്ന് കുറച്ചൊന്ന് ചെറുങ്ങനെ തിളച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു ചട്ടി വെക്കാം. ചട്ടി വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് മല്ലിപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാലപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിന് പിന്നെ ഇത് ഗരം മസാലപ്പൊടി, നമ്മൾ വീട്ടിൽ നിന്ന് പൊടിക്കുന്ന ഗരം മസാലപ്പൊടിയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് അടിപൊളിയാണ്. നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കമൻറ്റ് ഇട്ടാൽ മതി. അത് പ്രത്യേക ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. നല്ലോണം ഇളക്കി കൊടുക്കുക. കുത്തലൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നല്ലോണം ബ്രൗൺ കളറായതിന് ശേഷം നമുക്ക് ചിക്കൻ ആയതിൻ്റെ അതിലേക്ക് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. നല്ലോണം ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് എല്ലാം കൂടിയിട്ട് അടിപൊളിയായിട്ട് നല്ല മിക്സാക്കിയിട്ട് എല്ലായിടത്തും പാകത്തിനാവുന്ന പോലെ ആക്കി കൊടുക്കാം. നല്ലോണം ഏകദേശം ചിക്കൻ കറി ആയിട്ടുണ്ട് ഏകദേശം. പിന്നെ അതിൻ്റെ മല്ലിയെല്ലാം നമ്മളതിൻ്റെ അതിൻ്റെ മേലൊന്ന് വിതറി കൊടുക്കുന്നുണ്ട്. ഇനി മല്ലിയിലയും കൂടിയിട്ട് ഒന്ന് നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ. ചിക്കൻ കറി ഒന്ന് ടേസ്റ്റ് നോക്കുന്നുണ്ട്. അടിപൊളിയാണ്. ഉപ്പ് എരിവെല്ലാം പാകത്തിന് പിടിച്ചിട്ടുണ്ട്. സൂപ്പറായിട്ടുണ്ട്. മോനുണ്ട് അവിടെ നിന്നിട്ട് എന്നാ ചെയ്യുന്നതെന്ന് നോക്കുന്നുണ്ട്. എന്നാ അമ്മയെന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ ചിക്കൻ കറി ആക്കലാന്ന് അവനോട് പറയുന്നുണ്ട് കേട്ടോ. മോളുണ്ട്, മോളവിടുന്ന് പഠിക്കല. പിന്നെ നമ്മൾ ചിക്കൻ കറി ആയിട്ടുണ്ട്. ബ്രെഡ് കൊണ്ടാണ് ഞാൻ തിന്നുന്നത്. 3-4 ബ്രെഡ് വെച്ചിട്ടുണ്ട്. അതിന് മേലെ ഒരു കുറച്ച് ഗ്രേവിയും ചിക്കനെല്ലാം കൂടിയിട്ട് ഒന്ന് തൂവിയിട്ട് നല്ലോണം കൊടുക്കുന്നുണ്ട്. അടിപൊളിയായിട്ട്. എനിക്ക് ബ്രെഡിൻ്റെ പേരം തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ്. ചിക്കൻ കറിയെല്ലാം കൂടിയിട്ട് സൂപ്പറാണ്. നമ്മൾ തിന്നുന്നുണ്ട്. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബെല്ലാം ചെയ്യണേ, ഫോളോ ചെയ്യണേ. ഇനി അടുത്ത വീഡിയോയിലേക്ക് കാണുന്നത് വരെ ബൈ.